പ്രൈസ് ലോർഡ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫിബിൻ റജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോടൊന്നിച്ച് ദൈവത്തിന് വചനം സംസാരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും ഒരു മനോഹരമായ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 11-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്നും വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായയത്രേ. മനോഹരമായ തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. നിന്റെ ഹൃദയത്തിൽ നിന്നും വ്യസനം നീക്കിക്കളയുക. ശലോമോന്റെ മനോഹരമാകുന്ന വാക്യങ്ങളിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് ഹൃദയത്തിൽ നിന്നും വ്യസനം മാറ്റുക. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നമ്മുടെ മുഷ്ടിയുടെ വലിപ്പമുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രധാന അവയവമായിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചല്ല ശലോമോൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ഹൃദയം എന്ന് പറയുന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ നിരവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയം എന്ന് പറയുന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മനസ്സ് എന്ന അർത്ഥമാക്കി നിരവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടന കൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. ദേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം, ദേഹി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രാണൻ, ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ. അപ്പോൾ ഈ അകത്തെ മനുഷ്യനാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. നിലത്തെ പൊടി കൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ആദാം ആത്മാവ് നിറഞ്ഞവനായി അവൻ ശ്വസിക്കുവാൻ ആരംഭിച്ചു. ആദാമിനെ കൺട്രോൾ ചെയ്യുന്നത് ആദാമിന്റെ ശരീരമല്ല, ആദാമിന്റെ പ്രാണനല്ല. ആദാമിനെ കൺട്രോൾ ചെയ്യുന്നത് ആദാമിന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യന്റെ അകത്ത് മനുഷ്യാത്മാവുണ്ട്. കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യാത്മാവുള്ളവനാണ് മനുഷ്യൻ. ആദാമിൽ ദൈവം ആത്മാവിനെ നിറച്ചു. എന്നാൽ ആദാമിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത, ആ ആത്മാവ് ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ടിരുന്നു. ആ ആത്മാവ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. മനുഷ്യാത്മാവും ദൈവാത്മാവുമായി ബന്ധപ്പെട്ടിരുന്നു. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ആത്മാവ് ആദാമിൽ വസിച്ചിരുന്നു. ആദാമിനെ കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു. ദൈവ തേജസ്സിൽ നിറയപ്പെട്ട ആദാം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്താൽ നിറയപ്പെട്ടിരുന്ന ആദാം ചിന്തിക്കുന്നത്, ആദാം എടുക്കുന്ന നിലപാടുകൾ, ആദാമിന്റെ തീരുമാനങ്ങളെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളായിരുന്നു. ഭൂമിയിലെ സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവം ആദാമിന്റെ മേൽ അധികാരം കൊടുത്തു. ഭൂമിയെ വാഴുക എന്ന അധികാരം ആദാമിന്റെ മേൽ ദൈവം കൊടുത്തപ്പോൾ ആദാം വാഴുവാൻ തുടങ്ങി. എങ്ങനെയാണ് ആദാം ഭൂമിയെ വാണത്? ആത്മാവിന്റെ സഹായത്തോടെ. ഒന്നുകൂടെ പറഞ്ഞാൽ അകത്തെ മനുഷ്യന്റെ നിയന്ത്രണത്താൽ ആദാം ഭൂമിയെ വാണു. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ട ആദാം. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ് ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആത്മാവിന്റെ കൺട്രോളിങ്, അകത്തെ മനുഷ്യന്റെ നിയന്ത്രണം ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ പാപം ചെയ്താനന്തരം ആദാമിനെ കൺട്രോൾ ചെയ്യുന്നത് ആദാമിന്റെ ദേഹമായിരുന്നു. ജഡമാണ് പിന്നീട് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ലയിക്കണമെന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചിരുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവും ദൈവത്തിനുള്ളത് ദൈവാത്മാവും ഗ്രഹിക്കുന്നുവല്ലോ എന്ന് പൗലൂസ് വ്യക്തമാക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ സമ്മേളിക്കുമ്പോൾ, ലയിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മർമ്മങ്ങളെ, ദൈവികമാകുന്ന പദ്ധതികളെ
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പാപം എന്താണെന്നും തെറ്റെന്താണെന്നും തെറ്റിലേക്ക് നയിക്കപ്പെടരുതെന്നും മനുഷ്യനിൽ ബോധ്യമുണ്ടാകണമെങ്കിൽ മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും സമ്മേളിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ശലോമോൻ പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തെ വ്യസനം നീക്കിക്കളയുക. അങ്ങനെ നീക്കിയാൽ ശരീരത്തിൽ നിന്നും തിന്മ നീങ്ങും. ഹൃദയത്തിൻ്റെ വ്യസനത, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ അകത്തെ മനുഷ്യനെ നാം കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് ശലോമോൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പല മുറികളും പല അറകളുമുള്ള ഒരു വീട് പോലെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സ് അലങ്കോലപ്പെട്ടാൽ, ഈ മനസ്സ് തിന്മ കൊണ്ട് നിറഞ്ഞാൽ, ഈ മനസ്സിനെ ശുദ്ധിയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് വന്നാൽ ആ മനസ്സ് ഉപയോഗശൂന്യമാകുന്ന ഒരു വീട് പോലെ മാറ്റപ്പെടുവാനിടയാകും. ആ മനുഷ്യൻ ഉപയോഗശൂന്യമായി മാറുവാനിടയാകും. സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ എടുത്തു നോക്കുക. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ നിങ്ങൾ എടുത്തു നോക്കുക. നിരവധി ആത്മഹത്യ ചെയ്തിട്ടുള്ള മനുഷ്യരെ നമുക്കറിയാം. അവരുടെ എല്ലാവരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്കുക. അവരുടെ എല്ലാം ജീവിതത്തിൽ തിന്മയിലേക്ക് ഏതൊക്കെ ജീവിതങ്ങൾ വഴിമാറിപ്പോയിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു വ്യസനം, അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് മാറ്റാൻ കഴിയാത്ത, ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു ആന്തരിക മുറിവുണ്ടായിരിക്കും. മനുഷ്യന്റെ ഹൃദയത്തിലെ വേദന, മനുഷ്യന്റെ ഹൃദയത്തിലെ വ്യസനം, അത് ശരീരത്തിൽ അറിയാൻ സാധിക്കും, അത് ജീവിതത്തിൽ അറിയാൻ സാധിക്കും. മനുഷ്യന്റെ മനസ്സിനെ സൂക്ഷിക്കുവാൻ ശലോമോൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സിനെ സൗഖ്യമാക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഇവിടെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യന്റെ ശരീരത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇവിടുത്തെ വൈദ്യശാസ്ത്ര ലോകത്തിന് സാധിക്കും. മനുഷ്യന്റെ സകല മുറിവുകളെയും കിട്ടുവാനുള്ള മെഡിസിൻസ് ലോകത്ത് സുലഭമാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ മുറിവുകളെ ഒപ്പുന്ന, മനുഷ്യന്റെ മനസ്സിന്റെ വേദനകളെ അറിയുന്ന, മനുഷ്യന്റെ മനസ്സിന്റെ വ്യസനത്തെ നീക്കിക്കളയുന്ന യാതൊരുവിധ മെഡിസിൻസോ യാതൊരുവിധ കണ്ടുപിടുത്തങ്ങളോ ലോകം കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യന്റെ മനസ്സിനെയോ മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുവാനുള്ള യാതൊരു കണ്ടുപിടുത്തങ്ങളും യാതൊരു വഴികളും ലോകത്തിന്റെ മുൻപിലില്ല. പക്ഷെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഇഹലോകത്തിൽ വന്നത് മനസ്സ് തകർന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. എവിടെയൊക്കെ ആർക്കെങ്കിലും ഹൃദയത്തിന്റെ മനസ്സിനകത്ത് വ്യസനത്തോടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ വളരെ നാളുകളായി എൻ്റെ ഹൃദയത്തിനകത്ത് വേദന മാറുന്നില്ല, എൻ്റെ ഹൃദയത്തിലുണ്ടായ മുറിവുകൾ മാറുന്നില്ല, പല രോഗങ്ങൾക്കും കാരണം ഹൃദയത്തിൽ ആഴമായി പതിച്ചിരിക്കുന്ന മുറിവുകളാണ്. പ്രിയമുള്ളവരെ, തിക്തമായ അനുഭവങ്ങൾ, തിക്തമായ ഓർമ്മകൾ, തിക്തമായ അനുഭവങ്ങൾ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ മനസ്സിന്റെ വേദനയെ ഒപ്പുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, സമൂഹത്തിൽ റിജക്ഷൻ അനുഭവിക്കുന്നവർ, അവരുടെ കൂടെയായിരുന്നു യേശു ക്രിസ്തുവിന്റെ വാസം. യേശു ക്രിസ്തുവിനെ പരീശന്മാർ പരിഹസിച്ച് വിമർശിച്ച് വിളിച്ച ഒരു പേരാണ് യേശു ക്രിസ്തു പാപികളുടെ സ്നേഹിതനാണ്. അവൻ ചുങ്കക്കാരുടെ കൂടെയും പാപിനികളായ സ്ത്രീകളുടെ കൂടെയും അവൻ ഭക്ഷണം കഴിച്ചു. അവൻ അവരുടെ കൂടെ സഹവസിച്ചു. പാപം യേശുവിനെ തൊട്ടില്ല, മറിച്ച് യേശുവിലുള്ള വിശുദ്ധി അവരിലേക്ക് ഇമ്പാക്ട് ചെയ്യുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്ന യേശുവാണ്. എൻ്റെ ദൈവം മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വ്യസനത നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ വേദന നിങ്ങൾക്ക് തുടച്ചു മാറ്റാൻ സാധിക്കുകയില്ല.
പക്ഷേ യേശുവിന് നിങ്ങളുടെ വേദനയെ തുടച്ചു മാറ്റുവാൻ സാധിക്കും. ലോകത്തിൽ ഇന്ന് അനുഭവിക്കുന്ന 80% രോഗങ്ങളും ഹൃദയത്തിനകത്ത് വേദന നിമിത്തം ഉണ്ടായതാണ്. ലോകത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 80% അഡിക്ഷൻസും അത് ഹൃദയത്തിനകത്തുണ്ടായ ആഴമായ മുറിവുകളിൽ നിന്നുണ്ടായതാണ്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എൻ്റെ മുറിവുകളെ കെട്ടുവാൻ, എൻ്റെ വ്യസനത്തെ വേരോടെ ഇല്ലാതാക്കുവാൻ യേശുവെ ഞങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന മുറികളിലേക്ക് ഇറങ്ങി വരുവാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ അവൻ ശക്തനാണ്. എൻ്റെ യേശു മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.